ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് വീട് പുതിയതായിട്ട് വെക്കുന്ന സമയത്ത് കിച്ചണിൻ്റെ ഏരിയയിൽ വരുന്ന സ്വിച്ച് ബോർഡുകളൊക്കെ നമുക്ക് എവിടെയൊക്കെ കൊടുക്കണം അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് ചെറിയ ഒരു കിച്ചണാണ്, അത്യാവശ്യം നമുക്ക് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കിച്ചണാണ് വരുന്നത്. ആ കിച്ചണിൻ്റെ സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ഈ പ്രതി ഏരിയയിലേക്ക് മാറിയിട്ട് നമ്മളൊരു മോട്ടറിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പവർ പ്ലഗ് കൊടുത്ത് 16 ആംസിൻ്റെ സ്വിച്ച് പ്ലഗും കൂടി കൊടുത്തിട്ടിരിക്കുന്നു. നമുക്ക് മിക്സി, ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻഡക്ഷൻ കുക്കറാണ് നമ്മളവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ പ്ലഗ്ഗാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്ലാബിൽ നിന്നും ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് അതിൻ്റെ അടിവശം വരാവുന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് വരുന്ന പുറത്തേക്ക് ഇറങ്ങുന്ന സ്വിച്ച് ബോർഡാണ് വരുന്നത്. നമ്മളിത് കിച്ചണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പുറത്ത് സൈഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്വിച്ചാണ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം മാസ്റ്റർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരെണ്ണം സാധാ ഒരു നോർമൽ ടൈപ്പ് വരുന്ന ഒരു വൺ വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയയിലാണ് വരുന്നത്. ഈ ഏരിയയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മിക്സി, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കുത്തണം എന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് കിടക്കുന്ന സ്ലാബിൽ നമുക്ക് നന്നായിട്ട് പെരുമാറുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് മൊത്തം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പവർ പ്ലഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊടുത്തിരിക്കുന്നത് 16 ആംസിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, 16 ആംസിൻ്റെ പ്ലഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻ്റർനാഷണൽ പ്ലഗ് നിങ്ങൾ കിച്ചണിൽ, അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ എല്ലാ സ്ഥലത്തും, അതായത് റൂമുകളിൽ ഏതെങ്കിലും ഒരു പ്ലഗ്, അതുപോലെ തന്നെ ഹാളുകളിൽ ഒരു ഇൻ്റർനാഷണൽ പ്ലഗ് ഒരെണ്ണം, അങ്ങനെ ഓരോന്നെങ്കിലും ഒരു ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം പുറത്തുനിന്ന് നമ്മൾ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ പല ടൈപ്പ് സ്ക്വയർ ടൈപ്പ് പ്ലഗുകളായിരിക്കും വരുന്നത്, സോക്കറ്റുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്ലഗുകൾ നമുക്ക് കുത്തണമെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കിച്ചണിൻ്റെ എൻട്രൻസ് സ്വിച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു ഡോറ് കഴിഞ്ഞിട്ട്, ഡോറ് നമ്മൾ ഇപ്പുറത്തേക്കാണ് വരുന്നത്. ഡോറ് തൊട്ടിപ്പുറത്തായിട്ട് മാറിയിട്ട് നമ്മളൊരു 8 മോഡ്യൂളിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 സ്വിച്ച് ഇരിക്കാവുന്ന രീതിയിൽ. ഒരു പ്ലഗ് എന്ന് പറഞ്ഞാൽ 2 മോഡ്യൂളാണ്. പിന്നെ ഫാനിൻ്റെ റെഗുലേറ്റർ വരുന്നുണ്ട്. 3 സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടാവും എക്സോസ്റ്റ് ഫാൻ അവിടേക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 8 മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡുകളുടെ ഒരു സ്വിച്ച് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ്. അത്യാവശ്യം നല്ല മോഡലാണ് കർവ് എന്ന് പറയുന്നത്. കാരണം കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു 80% കംപ്ലയിൻറ്റ്സ് കുറവാണ്. ഏകദേശം ഒരു 10-12 വർഷത്തിന് ആണെങ്കിൽ തന്നെയും വളരെ കംപ്ലയിൻറ്റ് കുറവുള്ള മോഡലാണ് ഈ കർവ് എന്ന് പറയുന്ന മോഡൽ, ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഈ ബോക്സിൻ്റെ അടിവശം വരാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഈ സ്ലാബ് കൊടുത്തിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലാബിൻ്റെ അടിയിൽ നിന്നും ബോക്സിൻ്റെ അടി വരുന്നത് 30 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നമുക്കിത് വരുന്നത്, ഒരു സ്ലാബ് വരുന്നത് 90-80 സെൻറ്റിമീറ്ററിലാണ്, 80-90 സെൻറ്റിമീറ്ററിലാണ് ഫ്ലോർ ലെവലിൽ നിന്ന് വരുന്നത്. അതിൽ നിന്നും നമുക്കൊരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാവുന്ന രീതിയിൽ നമ്മൾ വയറിങ്ങിൻ്റെ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ബോക്സ് വെച്ച് ക്ലിയർ ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന സിങ്കിൻ്റെ ഏരിയ നമ്മൾ കൊടുത്ത് 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം കിച്ചണിൽ വരുന്ന സ്വിച്ച് ബോർഡുകളും അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.